ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റി സീരിയലിലെ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ. അങ്ങനെ കോടതിയിൽ അങ്ങനെ നവീനും അതുപോലെ തന്നെ അനാമികയുടെ വക്കീലും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നവീൻ്റെ ഊഴാണ് അവസാനം. നവീൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അനാമിക ഇതിനു മുമ്പ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭ്രാന്താശുപത്രിയിലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജഡ്ജി പറയേണ്ടത് ഓൾറെഡി ഇതിനു മുമ്പ് കോടതി കൂടിയ സമയത്ത് താങ്കൾ പറഞ്ഞതാണല്ലോ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. ഇവള് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ്. ഇവൾക്ക് ചെറുപ്പം മുതലേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലാതെ ലവ് ഫെയിലിയർ ആയതുകൊണ്ടൊന്നല്ല മാനസിക പ്രശ്നം ഉണ്ടായത്. പിന്നെ അനീനെ വിവാഹം കഴിക്കുന്ന മുമ്പും ഇപ്പോഴും അവൾക്ക് ഒരു കാമുകനുണ്ട് എന്ന് പറയുമ്പോഴേക്കും അനാമിക വെറുതെ അനാവശ്യം പറയരുത്, ഒരു പെണ്ണിനെ കുറിച്ചാണോ നിങ്ങൾ ഇത്ര മോശമായിട്ട് പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും കോടതി മുമ്പാകെ നവീൻ പറയുന്നുണ്ട്, ഞാൻ മോശമായിട്ട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്, അതിന് ജീവിച്ചിരിക്കുന്ന തെളിവ് എൻ്റെ പക്കലുണ്ട്, അനാമികയുടെ കാമുകൻ സ്റ്റെബിൻ ഇവിടെയുണ്ട് എന്ന് പറയാണ്. അത് കാണുമ്പോഴേക്കും അനാമിക ആകെ ഷോക്ക് ആവാട്ടോ. നോക്കുമ്പോഴേക്കും സ്റ്റെബിൻ അവിടേക്ക് വരുന്നുണ്ട്. സ്റ്റെബിൻ അവിടെ വന്നിട്ട് നിൽക്കുമ്പോഴേക്കും നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അനാമികയുടെ കാമുകനല്ലേ? ആ അതെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇപ്പോൾ കാമുകനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അത് അനാമികയുടെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനും അനാമികയും ബ്രേക്കപ്പായി. ഓ അപ്പോൾ പൈസക്കായിരുന്നു കാര്യങ്ങളല്ലേ? അതെ, അവള് അനിയനെ വിവാഹം കഴിച്ചതും അതിനു വേണ്ടി തന്നെയായിരുന്നല്ലോ. അവൻ്റെ അടുത്ത് നിന്ന് നഷ്ടപരിഹാരമായിട്ട് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നും ആ പൈസ കൊണ്ട് വിദേശത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്നായിരുന്നു അനാമിക എനിക്ക് തന്ന ഓഫർ. ഇപ്പോൾ ആ ഒരു പൈസ കിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനും അനാമികയും തമ്മിൽ തെറ്റി എന്നിങ്ങനെ പറയണം. അത് കേൾക്കുമ്പോഴേക്കും നവീൻ പറയണ്ട്, കേട്ടില്ലേ യുവർ ഓണർ, ഇവൾ അനിയനെ വിവാഹം കഴിച്ചു തന്നെ കോടിക്കണക്കിന് രൂപ സ്വപ്നം കണ്ടുകൊണ്ടാണ്. കോടിക്കണക്കിന് രൂപയ്ക്ക് വേണ്ടി മാത്രമാണ് അനാമിക അനിയനെ വിവാഹം കഴിച്ചതെന്ന് നവീൻ കോടതിയിൽ ഇങ്ങനെ വാദിക്കാട്ടോ. അത് കുറേയൊക്കെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവസാനം ജഡ്ജിക്ക് കാര്യം മനസ്സിലായി. ജഡ്ജി പറയുന്നുണ്ട്, കോടതി നിയമമൊക്കെ പെണ്ണുങ്ങൾക്ക് കുറച്ച് മുൻതൂക്കം തരുന്നുണ്ടെങ്കിലും അത് ഈ കള്ളത്തരം കാണിക്കാനൊന്നും മുൻതൂക്കം തരത്തില്ല, അതുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിക്കുകയാണ് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അനാമികയുടെ അച്ഛൻ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഈ കേസിലായി അനിയും അനാമികയും ഇനി മുതൽ രണ്ട് വ്യക്തികളായിരിക്കും, രണ്ടുപേർക്കും ഡിവോഴ്സ് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം എന്ന് പറയുമ്പോൾ, നഷ്ടപരിഹാരമോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വേണം നഷ്ടപരിഹാരം അവർക്ക് കൊടുക്കാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും പിന്നീടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ അനാമികയുടെ അച്ഛനും അതുപോലെ തന്നെ അനാമിക കേട്ടോ. അങ്ങനെ അവർ കോടതിയിൽ നിന്ന് നാണം കെട്ട് ഇറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുവാണ്. അനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവാണ്. അനി നന്ദുവിനെ നോക്കുന്നുണ്ട്, നന്ദുക്കും ഭയങ്കര സന്തോഷമാവാട്ടെ. അങ്ങനെ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അനാമികയുടെ അടുത്തേക്ക് പോവാണ്. എന്തായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടപരിഹാരം, അത് ഇത് എന്തൊക്കെയായിരുന്നു. കാമുകന്റെ കൂടെ പോയി പുറത്തു പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക, എല്ലാം മൂർത്തീസിന്റെ അതായത് അനന്തപുരി കൊട്ടാര തറവാട്ടിലെ ആളുകളുടെ പൈസ കൊണ്ട് അവൾക്ക് അടിച്ചു പൊളിക്കാന്നൊക്കെ വിചാരിച്ചു. എല്ലാം വെറുതെ ആയില്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം ചോദിക്കേണ്ടതായിരുന്നു, കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും. കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ വെട്ടിച്ചും തട്ടിച്ചുണ്ടാക്കിയ പണത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഇനിയെങ്കിലും മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കടി എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അനാമികയുടെ അച്ഛൻ ചോദിക്കണ്ട്, ഇനി അനിയുടെ പരിപാടി എന്താ? നന്ദുവിനെ വിവാഹം കഴിക്കലായിരിക്കും അല്ലേ? അതെ, ഇനി ഞാൻ നന്ദുവിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി പോവാം, അതിന് അയാളെ സമ്മതിക്കോ ആ നവീൻ വക്കീല് എന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, താൻ തൻ്റെ മോളെ ആരെങ്കിലും തലയെ കൊണ്ട് കെട്ടിവെക്കാൻ നോക്ക് എന്ന് അനി പറയാണ്. അതിനുശേഷം അനി നന്ദും കൂടി ചേർന്ന് നവീൻ്റെ അടുത്തേക്ക് പോവാണ്. വളരെ നന്ദിയുണ്ട്, ഈ കേസ് ഇന്ന് തന്നെ തീർപ്പാവുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയുമ്പോൾ നവീൻ പറയുന്നുണ്ട്, നിനക്കല്ലേ എന്നെ വിശ്വാസമില്ലാതിരുന്നത്, ഞാൻ പറഞ്ഞതല്ലേ ഇന്നെന്തായാലും കേസ് തീരും, ഇന്നത്തോടെ എല്ലാം ഓക്കെ ആവുമെന്ന്. എന്തായാലും നിന്റെ കാര്യം ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്, ഇനി എങ്ങനെയാ എൻ്റെ കാര്യം, അത് നീ മുൻകൈ എടുത്ത് നടത്തി തരല്ലേ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് എനിക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ. നവീൻ പറഞ്ഞിട്ട് പതുക്കെ മതി, എന്തായാലും നാളെയോ മറ്റന്നാളോ നീ എൻ്റെ വീട്ടിലേക്ക് വരണം, ആദ്യം മുത്തശ്ശനോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നവീൻ അവിടെ നിന്ന് പോവാണ്. അനി പറയുന്നുണ്ട് നന്ദുവിൻ്റെ അടുത്ത്, ഈശ്വര അവൻ രണ്ടും കൽപ്പിച്ചിട്ടാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവൻ പറഞ്ഞ വാക്ക് പാലിച്ചു, ഇനി അവൻ നമ്മളോട് പറഞ്ഞ കാര്യം കൂടി നമ്മൾ പാലിച്ചില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും, അതിന് അനിയേട്ടനിപ്പോൾ എന്താ പറയണത്?
ചെയ്യേണ്ടത് എനിക്കറിയില്ല, എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ആദർശേട്ടനോട് നയനേട്ടത്തിനെ പോയി കാണാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ അവരോട് തുറന്ന് സംസാരിക്കാം. ഇപ്പം എന്തായാലും ഇനി ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയണം. അത് ശരിവെക്കുന്നുണ്ട് നന്ദു. അതേസമയം ആദർശ് നയനയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ ഭാഗത്തുള്ള ആ ഒരു തെറ്റിദ്ധാരണ എങ്ങനെയാണ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാട്ടോ. അപ്പം നയന ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ്. മുത്തശ്ശി ചോദിക്കണ്ടേ, എന്താ മോളെ നീ ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാത്തത്? ഈ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് നിനക്ക് അറിയില്ലേ? സന്തോഷമായിട്ടിരിക്കേണ്ട സമയത്ത് നീ എന്ത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ നാഗേന്ദ്രനെ കുറിച്ചാണോ? നിങ്ങൾക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ലേ? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ഓണമാണ് വരാൻ പോണത്. അതായത് മൂർത്തീസ് ജ്വല്ലറി ഏറ്റവും കൂടുതൽ ലാഭങ്ങളും കച്ചവടവും ചെയ്യുന്ന ഒരു സമയമാണ് ഓണം, വിഷു സമയങ്ങൾ. ആ സമയത്ത് മോൾ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണതെന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ ഒരു കാര്യം ചോദിച്ചിട്ട് മുത്തശ്ശി ഇതുവരെ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ല, എന്ത് കാര്യമോ നീ ചോദിച്ചത്? അല്ല, നാഗേന്ദ്രനെ കുറിച്ച് മാത്രം ചോദിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? അതെന്താ മുത്തശ്ശി, അത്ര വലിയ തെറ്റാണോ അയാൾ ഈ കുടുംബത്തോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആ അതെ, അത്ര മാത്രം നീ അറിഞ്ഞാൽ മതി. അല്ല, എനിക്ക് തോന്നുന്നത് അയാൾ നിരപരാധിയാണെന്നാണ്. മതി, നിർത്ത്. നീയും ആദർശും കുറേ ദിവസമായി നാഗേന്ദ്രൻ നിരപരാധിയാക്കാൻ വേണ്ടി നോക്കുന്നു. അയാൾക്ക് ഒരു നിരപരാധിത്വമില്ല. അയാളുടെ തെറ്റും അതുപോലെ തന്നെ അയാളുടെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞതാ ഞാനും നിന്റെ മുത്തശ്ശനൊക്കെ എന്ന് പറയാണ്. എന്നാലും ചിലപ്പോൾ കണ്ടതുപോലെ അല്ലെങ്കിലോ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് അറിയാലോ. ജലജപ്പച്ചിയുടെ സ്വഭാവം അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അവളുടെ ഭാഗത്ത് തന്നെയാ ശരി. നയന ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അല്ല മുത്തശ്ശി, ശരിക്കും പറഞ്ഞാലേ അജയൻ ചെറിയച്ഛനും അതുപോലെ തന്നെ ജാനകി ചെറിയമ്മക്കും ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? എന്തു പങ്ക്? അവർക്കൊന്നും ഒരു പങ്കില്ല. അവരൊക്കെ വളരെ നല്ലവരാണ്. ചീത്തവൻ അവനാ, ചതിയൻ അവനാ നാഗേന്ദ്രൻ എന്ന് പറയണം. ശേഷം നയന പണ്ട് മുത്തശ്ശി ആ കാര്യം എന്താന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇനി ഭക്ഷണം കഴിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഞ്ഞിനെയും കൂടി ബാധിക്കും, മുത്തശ്ശിക്ക് അറിയാലോ എന്ന് പറയാണ്. അവസാനം നയനയുടെ വാശിക്ക് മുമ്പിൽ മുത്തശ്ശി കാര്യങ്ങളൊക്കെ തുറന്നു പറയാട്ടോ. നാഗേന്ദ്രനെ എന്തിനെയാണ് ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള കാര്യം. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ആ കാര്യം സത്യസന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അതിൽ എന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ടെന്ന്. ആ ചതിയിൽ 3 പങ്കാളികളാണുള്ളത്, ജാനകിയും അതുപോലെ തന്നെ അജയനും പിന്നെ ജലജയും. അങ്ങനെ അവരെ 3 പേരുടെയും ആ ഒരു പൊയ്മുഖം ഇനി തുറന്നു മാറ്റുന്ന ഭാഗമാണ് വരാൻ വേണ്ടി പോണത്. ആദർശും നയനയും കൂടി ജാനകിയുടെയും അതുപോലെ തന്നെ അജയനും ഇതിലെന്താണ് പങ്ക് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നടക്കുന്നത് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നാഗേന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അയാളുടെ ഭാഗത്താണ് ശരിയെന്നും മനസ്സിലാക്കുകയും അയാളെ തറവാട്ടിലേക്ക് വീണ്ടും കൊണ്ടുവരികയും മുത്തശ്ശൻ അയാളോട് എല്ലാ കാര്യങ്ങൾക്കും മാപ്പ് പറയുകയും, അതായത് ഇപ്പോൾ 10-23 വർഷം അയാളോട് ചെയ്ത തെറ്റുകൾക്കും അയാളോട് ചെയ്ത ക്രൂരതകൾക്കും അയാളെ ചവിട്ടി പുറത്താക്കിയതിനും പറഞ്ഞ വാക്കുകൾക്കൊക്കെ ക്ഷമ ചോദിക്കുകയാണ് മുത്തശ്ശൻ. തെറ്റുകാരായിട്ടുള്ള അജയനെയും അതുപോലെ തന്നെ ജാനകിനെയും അതുപോലെ പിന്നെ ജലജനെയും പുറത്താക്കാൻ പോകുന്ന ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ജലജ പുറത്താവാൻ തോന്നുന്നില്ല. ആദ്യം പുറത്താൻ പോണത് ജാനകിയും അതുപോലെ തന്നെ അജയനും കൂടിയിട്ടാണ്. ജാനകിക്കാണ് പണത്തിനോട് ഏറ്റവും കൂടുതൽ ആർത്തി കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ജലജനേക്കാളും. അത് ഇനി വരുന്ന എപ്പിസോഡ്സിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം ജാനകി ചെറിയൊരു കുടുംബത്തിൽ നിന്ന് വന്നൊരു അംഗമാണ്. ദേവ്യാനിനെക്കാളും പണവും സ്വർണവും ഏറ്റവും കൂടുതൽ വേണം എന്നാണ് ജാനകിയുടെ അത്യാഗ്രഹം. അതിനുവേണ്ടി വന്ന് കയറിയ നാൾ മുതൽ തന്നെ ജാനകി ഒരുപാട് സ്വർണവും പണവും ഒക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ആ കഥകളൊക്കെയാണ് ഇനി നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.